ഹായ് പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ടൂറാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞാനും മക്കൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് മക്കളെയും അതുപോലെ പെങ്ങളുടെ കുട്ടികൾ, പെങ്ങളുടെ ഭർത്താവ്, അതുപോലെ എൻ്റെ സുഹൃത്തും ഫാമിലിയും ഒക്കെ ചേർന്ന് കുളു മണാലി ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടുന്ന് നേരെ 2 ദിവസത്തെ യാത്ര ഡൽഹിക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ 20-ആം തീയതി ആണെന്ന് തോന്നുന്നു വൈകിട്ട് നമ്മൾ മണാലിക്ക് പുറപ്പെടും ബസ്സിന്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിറകെ വരും. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പുറപ്പെടുകയാണ്. സാധനങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിറകെ. ഇത് വരുന്നുണ്ട് പോകാം. മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ എത്തും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ്. ഫുൾ ഫാമിലി ഉണ്ട്. ഓക്കെ, ഇനി ഒരു വണ്ടി വരാണ്ട് നമ്മളെ ലഗേജൊക്കെ കൊണ്ട് ദിൽഷും മുസമ്മലും കൂടെ വരുന്നുണ്ട്. ഓല് വരുന്നതിന് മുന്നേ വണ്ടി വരികയാണെങ്കിൽ കണക്കായി. എല്ലാ സാധനവും ഇവിടെ ഇട്ടിട്ട് വണ്ടി കയറി പോകേണ്ടി വരും. വരുന്നു പ്രതീക്ഷിക്കുന്നു. വഴിയോർത്ത് കണ്ണും നട്ടിരിക്കുക. വണ്ടി ഇതാ ഇപ്പോഴാണ് വരുന്നത്. അവിടെ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ആ ലഗേജും വണ്ടിയും വരുന്നത്. ട്രെയിൻ വന്ന് നിന്നേരം എത്തിയ ലഗേജും വണ്ടിയൊക്കെ കാണുന്നത്. സ്പീഡിലെടുത്തോ, വേഗം പെട്ടെന്ന് എടുക്കാം. ബാക്കിയുള്ളവരെടാ ബേബേ, ബാക്കിയുള്ളവരെ വിളിക്കുക, ആരാ ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തേക്കുന്ന തിരക്കിലാണ്. ബാക്കി ട്രെയിൻ എന്ന് പറയാം വിശേഷങ്ങൾ. അപ്പോൾ ട്രെയിനിൽ കയറി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. പഴയ സ്ഥലത്ത് സീറ്റ് വേറെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിരുന്നു. അപ്പോൾ ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മതാ, അളിയനാണ്, ഇതാണ് ഞങ്ങൾ. ഇത് നമ്മളെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളെന്തോ പറഞ്ഞു. ഇവിടെ ഒരു സംഘം ഇരിക്കുന്നുണ്ട്. ഒരു സംഘം ഇവിടെ. അങ്ങനെ ഏകദേശം നീലേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി എൻ്റെ കൂട്ടത്തിൽ വരുന്ന എൻ്റെ സുഹൃത്തിനെയും ഫാമിലിയെയും കാണുവാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പത്രത്തിൽ ഞാൻ ആൾക്കാരോടൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം കണ്ടെത്തിയ ഒരു S4-ൽ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബന്ധപ്പാടിലായിരുന്നു. ഇതാണ് ആ സാധനം. നമ്മളെ പ്രശസ്തമായി എന്ന് നിങ്ങൾ പറഞ്ഞ പാട്ടുണ്ടല്ലോ, താജ്ദാരേ മദീന യാ റസൂലേ അസ്സലാം. ആ വർക്കിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് മിസ്റ്റർ ഷബീർ. അതുപോലെ നമ്മുടെ ഒരുപാട് നിങ്ങൾ സ്വീകരിച്ച പാട്ടാണല്ലോ ഹൃദയപൂർവ്വത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഒന്നും കൂടി കണ്ടാണ്, എവിടെയെങ്കിലും കണ്ടാൽ നല്ല പിടിച്ചു. അങ്ങനെ യാത്ര തുടരുകയാണ്. വേറൊരു കഥയും കൂടി പറഞ്ഞുതരാം. ഞാൻ വീട്ടിൽ നിന്ന് ഇവർ എല്ലാവരും കൂടെ റെജിലാൻ്റെ മുഖം കാണാം. കഥ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടോ? ചിരിക്കുന്നു നോക്കി. പോവാടുന്ന്
അതായത് എല്ലാവരുടെ ബാഗുകളും ലഗേജുകളും കയറ്റുമ്പോൾ എൻ്റെ മാത്രം അവിടെ വെച്ച് മറന്നു. മക്കൾ ഓർത്തില്ല, ഇവിടെ ആരും എടുത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, അവൻ കാസർഗോഡ് പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനിയുള്ള ദിവസത്തിൽ പിന്നെ മറ്റേ കുടുംബാനില്ലാണ്ട് ഇറക്കാൻ പറ്റില്ലല്ലോ, ആൾക്കാർ കൊന്നുകളില്ലേ. അതുകൊണ്ട് എല്ലാ സാധനങ്ങളുമായിട്ട് ആൾ കാത്തിരിക്കുന്നുണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബിരിയാണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇറച്ചി ചോറായിട്ടാണ് റജല ഉണ്ടാക്കിയ. എന്നിട്ട് റജല തന്നെ ഇരുന്ന് നല്ല നല്ല എയിമിന് തിന്നുന്നതാണ് ഈ കാണുന്നത് മക്കൾ. അപ്പോൾ ഇത് ഭക്ഷണ നേരമായതുകൊണ്ട് ഞങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും കുട്ടികളും. അളിയൻ ബീഫ് സ്പെഷ്യലായിട്ട് നമ്മളെ ഷെബീർ കൊണ്ടാണ് ബീഫിൻ്റെ വിതരണത്തിലാണ്. ഇപ്പുറം 2 മികച്ച കലാകാരന്മാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഉമ്മ പിന്നെ ഒന്നും തിന്നാൻ കഴിയാത്ത കുറച്ച് തിന്നെങ്ങനെങ്കിലും ഇടാൻ വേണ്ടി നോക്കുക. ഇത് എൻ്റെ മറ്റൊരു മരുവാനാണ്. മുടിയെല്ലാം കണ്ടില്ല നിങ്ങൾ. അപ്പോൾ തീറ്റ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഉറങ്ങൽ വിശേഷത്തിലേക്ക് കിടക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയാൽ അത് നാളെ രാവിലെ കുറച്ച് സാധനം ചെയ്യാട്ടോ. നാളെ ഒരു പകലും കൂടെ നമ്മൾ ട്രെയിനിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു സ്ഥലത്തെത്തി. സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കും. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു പകലും രാത്രിയും കൂടെ കഴിഞ്ഞു കൂടിയാലാണ് ഡൽഹിക്ക് എത്തുക. അപ്പോൾ യാത്രക്കിടയിൽ ഈ സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരം നിർത്തിയപ്പോൾ ഒരു കഷ്ണം വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ട്രെയിനിലെ തിരക്ക് കാരണം പാട്ടും പരിപാടിയും പാട്ടൊന്നും പാടാൻ കഴിഞ്ഞില്ല. അതൊക്കെ അവിടെ എത്തിയിട്ട് गाड़ी नंबर 1205 छत्रपति शिवाजी महाराज टर्मिनस मडगांव जनशताब्दी അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലായി ഉച്ചയായി വൈകുന്നേരമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം വീണ്ടും രാത്രിയാവും. പിന്നെ നാളെ പകൽ കുറച്ച് ഉച്ച വരെ ഉത്തരനാലാണ് നമ്മളെടുത്ത ഡൽഹിയിലെത്താൻ 1 മണിയാവും. എന്താ ചെയ്യുക? അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടീം വന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്നുണ്ട്. രസമുണ്ട്. നമ്മൾ സ്ഥിരം എന്താ പറയുക ഇവിടുന്ന് കേൾക്കുന്ന പാട്ടില്ലേ ട്രെയിന്ന്, അത് അപ്പം ഇനി എന്താ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ദിസ് ഈസ് ദ ഐസ്ക്രീം ടൈം. ഇംഗ്ലീഷൊക്കെ അപ്പോൾ ചായയും കാപ്പിയൊക്കെ കൊണ്ടുവന്നുണ്ട്. പക്ഷേ ടീം കംപ്ലീറ്റ് ഐസ്ക്രീം തിന്നുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളെ, തിരക്കിലാണ്. എന്താ മുതലാളി അതാ തിന്നുന്നു. ബാങ്കിലോ എവിടെ മോള് അങ്ങനെ പിന്നെയും രാത്രിയായി മക്കളെ, പിന്നെയും രാത്രിയായി. ഈ രാത്രി ഒന്ന് വെളുത്ത് കിട്ടിയിട്ട് വേണം നമുക്ക് ഡൽഹിയിലെത്താൻ. അതും വീണ്ടും ഉച്ച വരെ ഇരിക്കണം. അതാരാ അതിൻ്റെ ബേക്കിൽ ഈ രാത്രി വീണ്ടും ഇരുന്ന് സൊറ പറയാം. मेरा पास मेरा दिल है, मेरे प्यार की निशानी, मुझे इश्क है तुझी से, मेरी जान जिंदगानी, तेरा पास मेरा दिल है, मेरे प्यार की निशानी. ഒന്നാണ് വേറെ
आई है परियों की रानी, देख से होती है सबको हैरानी। सुंदर सा टुकड़ा है फूलों का जैसा, होगा ना दुनिया में कोई ऐसा। मैं दीवाना हो न जाऊं तेरी बाहों में, अब खो न जाऊं। उड़ता बादल बहका पानी बोले रुत मस्तानी, उड़ता बादल बहका पानी बोले रुत मस्तानी। कितना प्यारा सबसे प्यारा मेरा यारा, मैं हूँ यारा राजा हिंदुस्तानी। इतना प्यारा तुझे रब ने बनाया, और कितना सोना तुझे रब ने बनाया। जी करे देखता गाना बयान है। कौन सा गाना? किताबें बहुत से पढ़ी। हाँ, किताबें बहुत सी पढ़ी है ये तूने, अगर कोई चेहरा ना तूने पढ़ा है मेरी जान नजर से पढ़ा है। बता तेरे चेहरे पे क्या क्या लिखा है। बहुत प्यार करते हैं तुमको सनम, बहुत प्यार करते हैं तुमको सनम। कसम चाहे ले लो, कसम चाहे ले लो, खुदा की कसम। बहुत प्यार करते हैं तुमको सनम, हमें हर घड़ी आरज़ू है तुम्हारी। आप गाइए, आप गाइए, आप मेरे से बड़े तो। और क्या, कौन सा गाना आपको और एक वादा है जान, है प्यार का इरादा है, और एक वादा है जान। जो कभी हम मिले तो ज़माना देखेगा अपना प्यार, वो मेरे यार।
മിഴികൾ താരകങ്ങൾ മൊഴിയിൽ കേന്ദ്രങ്ങൾ പറഞ്ഞാൽ തീരുന്നില്ല എങ്കും ചന്തങ്ങൾ മിഴികൾ താരകങ്ങൾ മൊഴിയിൽ കേന്ദ്രങ്ങൾ പറഞ്ഞാൽ തീരുന്നില്ല എങ്കും ചന്തങ്ങൾ അതേ ലോകത്തിന്റെ ഭാഗ്യനിധിയ അതിയോ നാഗരിത്തെ താരസൂരേ അവരുടെ ചെയ്തികളിൽ എന്തൊരു ചെയ്തേ അറിവിൻ നിറകുടം നീ സ്നേഹനിലാവേ അഴകിൽ പൂത്തുലഞ്ഞ പൂർണ്ണനിലാവേ ഡൽഹിയിലെത്തുന്നതിന് മുന്നേ തന്നെ തണുപ്പോട് തണുപ്പായതുകൊണ്ട് ഇതാ ഞങ്ങൾ ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. തണുപ്പുറം കൊണ്ട് ഞങ്ങളുടെ കുപ്പായങ്ങളൊക്കെ അപ്പോൾ ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ എത്തും. അതിന് തൊട്ട് മുമ്പുള്ള ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന നേരത്തുള്ള മനോഹരമായ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഗ്രാമഭംഗികളും ഒക്കെയാണ് കാണുന്നത്. മണി 12 വെയിലൊന്നും കാര്യമായിട്ട് ഉദിച്ച് വന്നിട്ടില്ല. എപ്പോഴും നല്ല തണുപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. ഫുൾ ടീം ഇവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ഡോർമെട്രി വൈകുന്നേരം 5 മണിക്കാണ് ബസ്. അതുവരെയുള്ള താമസത്തിനുള്ള ഡോർമെട്രി അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ടീമെല്ലാം പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കൂടെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ എന്തായിന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 റൂമെടുത്ത് ഒന്ന് റിഫ്രഷായി ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ബസ് സ്റ്റാൻഡിലേക്കുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ മണാലിയിലേക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ കയ്യിലെടുത്ത് 10-200 മീറ്റർ നടക്കാനുള്ളതുകൊണ്ട് ഒരു ചെറിയ പണി ചെയ്തു. എന്താ പറഞ്ഞാൽ ഓടിയിട്ടെത്തുന്നില്ലാതെ പഠിച്ചാൽ
ഫുള്ള് ലഗേജും ഇതെല്ലാം അങ്ങോട്ട് കയറ്റി മൂപ്പരപ്പര ഉന്തി തള്ളി പോവാ ഞങ്ങൾ പറഞ്ഞ് കച്ചവടാക്കിയിട്ട് കണ്ടോ ലഗേജ് പോയിക്കൊണ്ടിരിക്കുക. ഒരു പാട ഇതാ വൈന്ന് വന്നുകൊണ്ടിരിക്കുന്ന കയ്യിലെടുക്കാമെന്നെല്ലാം എടുത്ത് ഒരു പാട ടൂറിസ്റ്റുകൾ വയ്യിലിങ്ങനെ വന്നുകൊടുക്കും. ഇതിലാണെങ്കിൽ ഇപ്പോൾ കാണാനാണ് ഏറ്റവും മുൻപ്. മമ്മി എടാ ഉമ്മാനെ നോക്കി ബേക്കിലൊരു ഇന്നലെ മെനഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞാൽ 2 വ്യൂവും വിതിരങ്ങളുണ്ട് ഇവിടെ. ഇനി എൻ്റെ മുഖം ഒന്ന് കാണണ്ടേ? ഇവിടെ മാസ്ക് ഇട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് ഭയങ്കര പാലനത്തോടു കൂടി നടക്കുകയാണ്. നിക്ക് റജില, നിക്ക് റജില. അങ്ങനെ പാട്ടുപാടിയല്ല നിൽക്കുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വണ്ടിയിലെത്തിട്ടാ. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. ഇതാണ് നമ്മുടെ സാരഥി ഡ്രൈവർ. ഇടത്താവളത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ബസ്സിന്. ബസ് ഏകദേശം ഇപ്പം ഒരു 2-3 മണിക്കൂറെങ്കിലും ഓടിക്കഴിയും. ഇവിടെ എന്താ അവസ്ഥ? ആലോചിച്ചുറങ്ങുന്ന മരുവാൻ എണീച്ചിട്ട് ഏടായിപ്പോയി. ഇത് വിശദീകരിക്കാൻ നമ്മളെ പഴയ കല്യാണപ്പുരയിലൊക്കെ കാണുന്ന വരില്ല. ഇതാണ് നമ്മൾ വന്ന ഗാഡി. അച്ചൊക്കെ വർക്കിൻ്റെ പകുതി മുന്നിലാണ്. ഫാത്തിമ പ്ലീസ്. ഒന്നര മണിക്കൂറിൻ്റെ ഓർഡറിന് ശേഷം കിട്ടുക. എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേന്ന് തിന്നത് ഇവിടെ ഒന്നും കിട്ടാണ്ട് 2 പാവങ്ങളിരിക്കുന്നത്. ഞാനും ഒന്നും തിന്നിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ? ഇവിടുത്തെ അടുക്കളയിലേക്ക് ഭയങ്കര വിറ്റ. ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ചൂടാകാൻ വേണ്ടി ആൾക്കാരുള്ളത്, അല്ലാണ്ട് പിന്നെ നമ്മൾ പറയുന്ന സാധനം കിട്ടൂല. അത്രയും തിരക്കും ഫുൾ ജനമായിട്ട് ഒരു രക്ഷയില്ലാത്ത ഹോട്ടലിലായി പോയി കയറി. ഒരു ഗ്ലാസ് വെള്ളം തരുന്നില്ല. അങ്ങനെ ഒരു തീവട്ടിക്കുള്ള ഭക്ഷണശാലയിൽ നിന്നും നാട്ടിലില്ലാത്ത പൈസ 3 ഇരട്ടി പൈസ 4 ഇരട്ടി പൈസയും കൊടുത്തിട്ട് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവരെ കാല് പിടിച്ചിട്ട് ഇത്രയും വലിയ പൈസ കൊടുക്കുന്ന പോലെ കാല് പിടിച്ച് കാത്തിരിക്കുക. ഹുസൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേട്. അതും കഴിഞ്ഞ് യാത്ര തുടരാൻ പോവാണ്. നല്ല
ട്രിപ്പിൽ ഓർക്കാൻ പറ്റിയ നിമിഷമായിരുന്നു. അപ്പോഴാണ് നമ്മളെ നാടിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒക്കെ ഗുണം മനസ്സിലാക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ തന്നെ ജനിച്ചത്. നല്ല ലോകത്ത് തന്നെ ഇത്രയും മര്യാദയുള്ള ആളുകൾ, വിരുന്നിനെത്തുന്ന ആളുകളോട് അത്രമേൽ മര്യാദ കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ അവസരത്തിൽ ഓർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതോ ഒരു ഇടത്താവളത്തിലെത്തിയിരിക്കുകയാണ്. ഒരു ഏകദേശം 10 മണിയൊക്കെ ആവുമെന്ന് പറയുന്നു അവിടെ എത്താൻ വേണ്ടി. ഇപ്പം എല്ലാവരും സൂത്രത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മണാലിക്ക് പോകുന്ന വഴി ചുരമൊക്കെ കയറി വന്നിട്ട് വേറെ ഏതോ ഒരു സ്ഥലമാണ്. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് എത്തിയില്ല. ഈ ആവശ്യത്തിന് ഇപ്പം തന്നെ ഇത് വരുന്നുണ്ട് പോക. അപ്പൊ ഇവിടുന്നൊക്കെ ആയിരിക്കും മറ്റേ കണ്ണുക്കുള്ളിൽ നീത കണ്ണീരിൽ നീത കൺമൂടി പാർത്ത നെഞ്ചുക്കുള്ളിൽ നീത എന്നാനതു ഏതാനതു സ്വൽ സ്വൽ रोजा जाने मन तू दिल की धड़कन तुझ बिन तरसे नैना. ഈ മലനിരകളൊക്കെ കയറി പോയാൽ ആ സ്ഥലമായി.